വക്കീൽ എന്തു പറഞ്ഞു മോളെ? ജാമ്യത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. സാധ്യത പക്ഷെ കുറവാണെന്നും. അപ്പോ നമ്മുടെ മോന് ജാമ്യം കിട്ടില്ലല്ലേ? അതെങ്ങനെയാ ഭാഗി വിസ്മയ്ക്ക് പറയാൻ കഴിയുന്നത്? കോടതിയല്ലേ ജാമ്യം തീരുമാനിക്കുന്നത്. പാവം കുട്ടി ആരെയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ കൊണ്ട് കരഞ്ഞും സങ്കടം പറഞ്ഞിരിക്കാനല്ലേ പറ്റൂ. വല്ലതും നടക്കണമെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ സ്വാധീനം വേണം. നമുക്കതില്ല, അത്ര തന്നെ. എന്നാലും വിനയൻ എങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? സ്വപ്നത്തിലും സങ്കല്പത്തിലും ഇല്ലാത്ത കാര്യമല്ലേ ഈ ലോകകപ്പ് കയറ്റം. ഏട്ടന്റെ കല്യാണം കഴിയാത്തതിനായിരുന്നല്ലോ അമ്മയുടെ വേവലാതി മുഴുവൻ. കല്യാണം കഴിഞ്ഞപ്പോ സന്തോഷായില്ലേ? എല്ലാ വേവലാതിയും തീർന്നു. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഏട്ടൻ പുറത്തായി. നല്ല ശകുനം. ശകുനത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. എന്നാലും പണ്ടുള്ളവര് പറയണത് ശരിയാണെന്ന് വേണം കരുതാൻ. വീട്ടിൽ സന്തോഷവും സമാധാനവും വേണമെങ്കിൽ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം വീട്ടിൽ വന്നു കയറുന്ന കുട്ടിക്കും വേണം. ഇവിടെ അതില്ലാതെ പോയി, അത്ര തന്നെ. ഒന്നും ആലോചിക്കാതെ കുഞ്ഞേച്ചി പറയുന്നതും കേട്ട് എടുത്തുചാടി കെട്ടിക്കൊണ്ടു വന്നോണ്ടല്ലേ. ഇനി എല്ലാരും കൂടി അനുഭവിച്ചോ, അത്ര തന്നെ. വാ ഇടയ്ക്കിടെ അസത്തെ. എന്റെ പൊന്നു വീണേ, നിനക്ക് വേറൊന്നും പറയാനില്ലേ? രോഹിണി ചേച്ചി കല്യാണം കഴിച്ചതുകൊണ്ടാണോ ഏട്ടൻ ഇത്രയും സാമ്പത്തിക ബാധ്യത ഉണ്ടായത്? അല്ല, ഇന്നലെ വരെ ഏട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയതും ചെലവഴിച്ചതും മുഴുവൻ നമുക്ക് വേണ്ടിട്ടാ. ആ ബാധ്യതയുടെ പേരിൽ മാത്രമാണ് ലോക്കപ്പിൽ പോവേണ്ടി വന്നത്. ഇക്കാര്യത്തില് രോഹിണി ചേച്ചിക്ക് ഒരു പങ്കുമില്ല, ഒരു പങ്കും. വിവാഹ ദിവസം തന്നെ ഭർത്താവ് ജയിലിൽ പോകേണ്ടി വന്ന ഒരു ഭാര്യയ്ക്കും സഹിക്കില്ലമ്മേ. രോഹിണി ചേച്ചി ഈ സങ്കടത്തിലേക്ക് തള്ളിവിട്ടതില് നമുക്കാണ് പങ്കുള്ളത്. രോഹിണി ചേച്ചിക്ക് ഇങ്ങോട്ടല്ല. എല്ലാ രീതിയിലും ഏട്ടനെ കടക്കാരനാക്കിയത് നമ്മൾ മാത്രമാണ്. എന്നിട്ടും ഒന്ന് ഉറക്ക കരയ പോലും ചെയ്യാതെ നിങ്ങളൊക്കെ പറയുന്ന കുത്തുവാക്കം കേട്ട് എല്ലാം സഹിച്ചു നിൽക്കുന്ന രോഹിണി ചേച്ചിയുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അമ്മയുടെ 3 പെൺമക്കളും നാളെ 3 വീട്ടിലേക്ക് പോകേണ്ടവരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏട്ടൻ കൈപിടിച്ചു കൊണ്ടുവന്ന ചേച്ചിയെ കുറ്റപ്പെടുത്താൻ. എന്തായാലും നിങ്ങൾ ഈ കാണിച്ചത് മോശമായിപ്പോയി, വളരെ മോശം. ചേച്ചി വാ, വന്നേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.